ഹായ്, ഇംഗ്ലീഷിൽ വാസ് വെയർ ഈ രണ്ട് വാക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആണ് എന്ന് മീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇസ്, ആം അല്ലെങ്കിൽ ആർ. അതുപോലെ ആയിരുന്നു, കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി ആയിരുന്നു എന്ന് പറയില്ലേ, അതിനു വേണ്ടിയാണ് നമ്മൾ വാസ് അല്ലെങ്കിൽ വെയർ യൂസ് ചെയ്യുന്നത്. മൂവിങ് ഓൺ, നമുക്കിനി ഓരോ സബ്ജക്ട്സിൻ്റെയും കൂടി വാസ് ആണോ വെയർ ആണോ യൂസ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, ഞാൻ ആയിരുന്നു. ഞാൻ ആണ് എന്ന് പറയാൻ നമ്മൾ ഐ ആം ആണ് യൂസ് ചെയ്തത്. അതുപോലെ ഞാൻ ആയിരുന്നു എന്ന് വരുമ്പോൾ ഐ വാസ് ആണ് വരിക. അവൻ ആയിരുന്നു, ഹി ഇസ് ആണ്. അവൻ ആണ് എന്ന് പറയാൻ ഹി ഇസ് ആണ് യൂസ് ചെയ്യുന്നത്. അവൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഹി വാസ്. നീ ആയിരുന്നു, അതെങ്ങനെയാണ്? നീ ആണ് എന്ന് വരുമ്പോൾ യു ആർ ആണ് യൂസ് ചെയ്തത്. നീ ആയിരുന്നു എന്ന് വരുമ്പോൾ യു വാസ് ആണോ? അല്ല, യു വേർ. ഞങ്ങൾ ആയിരുന്നു, വി വേർ. അവർ ആയിരുന്നു, they were. ആണ് എന്ന് പറയാൻ നമ്മൾ ആമും ഇസും എവിടെയൊക്കെ യൂസ് ചെയ്തോ അവിടെയെല്ലാം ആയിരുന്നു എന്ന് വരുമ്പോൾ വാസും, ആർ എവിടെയൊക്കെ യൂസ് ചെയ്തോ അവിടെയെല്ലാം ആയിരുന്നു എന്ന് മീൻ ചെയ്യുമ്പോൾ വേറുമാണ് വരുന്നത്. ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. ഇനി അല്ലായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്നൊക്കെ മീൻ ചെയ്യാനും വാസ് നമുക്ക് യൂസ് ചെയ്യാം. വാസ് അല്ലെങ്കിൽ വേർ നമുക്ക് യൂസ് ചെയ്യാം. സോ വാസ് നോട്ട് എന്ന് വന്നാൽ അതിൻ്റെ മീനിങ് അല്ലായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു. വേർ നോട്ടും സെയിം മീനിങ് തന്നെയാണ്, പക്ഷെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. വാസ് നോട്ടിനെ തന്നെ നമ്മൾ വാസൻറ്റ് എന്ന് എഴുതാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്. അതുപോലെ വേർ നോട്ട് ബിക്കംസ് വേറൻറ്റ്. ഇനി നമുക്ക് സബ്ജക്ട്സിൻ്റെ കൂടെ ഇട്ട് നോക്കാം. ഞാൻ അല്ലായിരുന്നു, ഞാൻ ആയിരുന്നു ഐ വാസ്. ഞാൻ അല്ലായിരുന്നു ഐ വാസൻറ്റ്. അവൻ ആയിരുന്നു ഹി വാസ്. അവൻ അല്ലായിരുന്നു ബിക്കംസ് ഹി വാസൻറ്റ്. നീ അല്ലായിരുന്നു യു വേറൻറ്റ്. നീ ആയിരുന്നു എന്ന് വരുമ്പോൾ യു വേർ വരും. നീ അല്ലായിരുന്നു യു വേറൻറ്റ്. ഞങ്ങൾ അല്ലായിരുന്നു വി വേറൻറ്റ്. അവരല്ലായിരുന്നു they weren't. സിംഗുലറും പ്ലൂറലും മാറുന്നതനുസരിച്ച് വാസ് ആണോ വേർ ആണോ ഇടേണ്ടതെന്ന് ശ്രദ്ധിക്കുക. യുവിൻ്റെ കൂടെ എപ്പോഴും വേർ ആണ്, അതുപോലെ ഐയുടെ കൂടെ വാസ് തന്നെയാണ് പോകുന്നത്. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് എറേഴ്സ് ഒഴിവാക്കാം. മൂവിങ് ഓൺ, നമുക്ക് കുറച്ചധികം സെൻറ്റൻസുകൾ നോക്കാം. അപ്പോഴാണ് നമുക്ക് ഇതിനകത്തൊരു ക്ലാരിറ്റി കിട്ടുന്നത്. ആദ്യത്തെ സെൻറ്റൻസ്, ഞാൻ ഒരു അധ്യാപകനായിരുന്നു, വിച്ച് മീൻസ് ഇപ്പോൾ ഞാനൊരു അധ്യാപകനല്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ പറയുന്നത്. സോ ഞാൻ ആയിരുന്നു എന്ന് വരുന്നത് എങ്ങനെയാണ്? ഐ വാസ്. ഇവിടെ എന്താണ് അല്ല ആയിരുന്നു എന്ന് പറയുന്നത്? അധ്യാപകൻ. ഐ വാസ് എ ടീച്ചർ. ഒരു അധ്യാപകൻ എന്ന് വന്നതുകൊണ്ട് എ ടീച്ചർ. ഐ വാസ് എ ടീച്ചർ. മൂവിങ് ഓൺ, അവൾ ഒരു വിദ്യാർത്ഥി ആയിരുന്നു. അവൾ, അവൻ ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ടു, ഹി വാസ് ആണ്. അവളായിരുന്നു ബിക്കംസ് ഷീ വാസ്. എന്തായിരുന്നു? സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഷീ വാസ് എ സ്റ്റുഡൻറ്റ്. ഇനി ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങളായിരുന്നു വി വാസ് ആണോ? അല്ല, പ്ലൂറൽ ആണ്. സോ വി വേർ. വി വേർ എന്ത്? ഫ്രണ്ട്സ്. വി വേർ ഫ്രണ്ട്സ്. സുഹൃത്തുക്കൾ എന്ന് വന്നുകൊണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് മറ്റു കുറച്ച് എക്സാമ്പിൾസിലേക്ക് പോവാം. ഞാൻ സന്തോഷവാനായിരുന്നു, വിച്ച് മീൻസ് ഇപ്പം സന്തോഷവാനല്ല. ഓക്കെ, ഇൻ ദാറ്റ് കേസ് ഞാനായിരുന്നു ഐ വാസ്. സന്തോഷവാൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഹാപ്പി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഹാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമുള്ള അല്ലെങ്കിൽ സന്തോഷവാൻ, സന്തോഷവതി എന്നൊക്കെ തന്നെയാണ് മീൻ ചെയ്യുന്നത്. ഐ വാസ് ഹാപ്പി, എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനായിരുന്നു. അവൻ അഹങ്കാരിയായിരുന്നു. അഹങ്കാരി എന്നുള്ളതിന് arrogance എന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു വാക്ക്.
സോ അവൻ അഹങ്കാരിയായിരുന്നു, ഇപ്പോൾ അല്ല. സോ ഇൻ ദാറ്റ് കേസ് അവനായിരുന്നു, ഹി വാസ്. ഇനി അവർ ക്രൂരന്മാരായിരുന്നു. ക്രൂരന്മാർ അല്ലെങ്കിൽ ക്രൂരതയുള്ള എന്നൊക്കെ മീൻ ചെയ്യാൻ ക്രൂവൽ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. സോ അവർ ആയിരുന്നു, ദേ വേർ. ഇതിപ്പം ഞാൻ ഈ അവർ എന്നുള്ളത് മാറ്റി അവൾ എന്നാക്കി, ഷീ ആക്കി. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ വരും? അവൾ ക്രൂരയായിരുന്നു എന്നാണെങ്കിൽ എങ്ങനെയാ വരിക? ഷീ വാസ് ക്രൂവൽ. ഇനി ഒരാളുടെ പേരിട്ടു എന്ന് വിചാരിക്കുക, ഡിവിൻ. ഡിവിൻ ക്രൂവൽ ആയിരുന്നു. ഡിവിൻ വാസ് ക്രൂവൽ. ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് സെന്റൻസുകൾ നോക്കാം. ഞാൻ ഒരു പിശുക്കൻ അല്ലായിരുന്നു. ഞാൻ അല്ലായിരുന്നു, ഐ വാസന്റ്. പിശുക്കൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് പറയുന്ന വാക്ക് മൈസർ എന്നാണ്. ഐ വാസന്റ് എ മൈസർ. ഞാനൊരു പിശുക്കൻ അല്ലായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പം പിശുക്കനാണ്. ഓക്കെ, മൈസറിന് വേറെ വാക്കുകളും ഉണ്ട്, പല വാക്കുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വാക്ക് കൂടി എഴുതുകയാണ്. പെന്നി പിഞ്ചർ എന്നൊരു കാഷ്വാലിറ്റി ടേമും കൂടെ ഉണ്ട്, വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. സോ മൈസറാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഐ വാസന്റ് എ മൈസർ, ഞാനൊരു പിശുക്കൻ അല്ലായിരുന്നു. ഇനി അവൻ ഒരു പുസ്തകപ്പുഴു അല്ലായിരുന്നു. അവൻ അല്ലായിരുന്നു, ഹി വാസ് നോട്ട്, അല്ലെങ്കിൽ ഹി വാസന്റ്. ഞാനിവിടെ വാസന്റ് എഴുതുന്നുള്ളൂ. ഹി വാസന്റ് എന്തല്ലായിരുന്നു? പുസ്തകപ്പുഴു. പുസ്തകപ്പുഴുവിന് ഇംഗ്ലീഷിൽ എന്താണ്? ബുക്ക് വാം എന്നാണ് പറയുക. ഹി വാസന്റ് ബുക്ക് വാം. ഈ സെന്റൻസിൽ ഒരു തെറ്റുണ്ട്, എന്താണെന്ന് കണ്ടുപിടിക്കാവോ? ഇവിടെ ഒരു പുസ്തകപ്പുഴു എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല. അത് തന്നെയാണ് അതിൻ്റെ തെറ്റ്. ഹി വാസന്റ് എ ബുക്ക് വാം എന്ന് വേണം സെന്റൻസ് വരാൻ. അവനൊരു പുസ്തകപ്പുഴു അല്ലായിരുന്നു. അടുത്ത സെന്റൻസ് നോക്കാം. അവർ എൻ്റെ ക്ലാസ്മേറ്റ്സ് അല്ലായിരുന്നു. സോ അവർ എൻ്റെ ക്ലാസ്മേറ്റ്സ് അല്ലായിരുന്നു. അവർ, ദേ അല്ലായിരുന്നു. വാസന്റ് ആണോ? അല്ല, ദേ weren't. എൻ്റെ ക്ലാസ്മേറ്റ്സ്, സോ മൈ ക്ലാസ്മേറ്റ്സ്. ദേ weren't മൈ ക്ലാസ്മേറ്റ്സ്. ഓൾറൈറ്റ്. ഇനി അവർ എന്നുള്ളതിന് ഞാനിപ്പം മറ്റെന്തെങ്കിലും ഒരു ഇതാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. മറ്റെന്തെങ്കിലും ഒരു പേരോ അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് യു എഴുതി നോക്കാം. അപ്പം എങ്ങനെ വരും നോക്കാം. യു. ഇവിടെ യു ഒരാളെ ഉള്ളെന്ന് വിചാരിക്കുക. എങ്ങനെ വരും? യു വാസന്റ് മൈ ക്ലാസ്മേറ്റ് എന്ന് ഞാൻ എഴുതി. ശരിയോ തെറ്റോ? ഒരു യു എ ഉള്ളൂ, അല്ലെങ്കിൽ ഒരാളോട് മാത്രമാണ് നമ്മൾ പറയുന്നത്. നീ എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക. ശരിയാണോ ഇത്? അല്ല. യു വേറന്റ്. യുവിൻ്റെ കൂടെ എപ്പോഴും ആരും അല്ലെങ്കിൽ ആയിരുന്നു എന്ന് പറയാൻ വേറുമേ പോവുള്ളൂ. സോ യു വേറന്റ് മൈ ക്ലാസ്മേറ്റ്. ഇനി യു ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും സെയിം ആണ്, പക്ഷെ ഇവിടെ വരുമ്പോൾ എസ് ആവും. യു വേറന്റ് മൈ ക്ലാസ്മേറ്റ്സ്. 1-2 പേരോടാണ് നമ്മളിത് പറയുന്നതെന്ന് വിചാരിക്കാം. ഓൾറൈറ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അല്ലായിരുന്നു, ഇല്ലായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി വാസും വേറും യൂസ് ചെയ്യാം. അതുപോലെ ഉണ്ടായിരുന്നു, അതുപോലെ ആയിരുന്നു എന്ന് പറയാനും വാസ് അല്ലെങ്കിൽ വേർ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഉണ്ടായിരുന്നു, ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെ വാസും വേറും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അവനുണ്ടായിരുന്നു, ഹി വാസ്. ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഹി വാസ് ഹിയർ. അവൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അവർ എൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നു. അവർ എൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നു. അവർ ഉണ്ടായിരുന്നു, ദേ വേർ. അവർ എവിടെയാണ് ഉണ്ടായിരുന്നത്? മുറിയിൽ. ഇൻ മൈ റൂം. മുറിക്കുള്ളിലായതുകൊണ്ടാണ് ഇൻ വന്നിരിക്കുന്നത്. ദേ വേർ ഇൻ മൈ റൂം. ഇനി അവൾ ഹാളിൽ ഉണ്ടായിരുന്നു. ഹാളിൻ്റെ അകത്താന്ന് വിചാരിക്കുക. അവൾ ഉണ്ടായിരുന്നു, ഷീ വാസ്. അവൾ ഹാളിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഷീ വാസ് ഇൻ ദ ഹോൾ. ഇനി അവൾ ഹാളിന്റെ പരിസരത്ത് എവിടെയോ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഷീ വാസ് അറ്റ് ദ ഹോൾ വരും. ഹാളിനുള്ളിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇവന്റ് നടക്കുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇൻ ദ ഹോൾ പറയാം. ഈ ആ പരിസരത്ത് എവിടെയുണ്ട്, നമുക്ക് ഒരാൾ അവൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ലൊക്കേഷൻ ആയിട്ടൊക്കെ പറയത്തില്ലേ, ഇൻ ദാറ്റ് കേസ് നമുക്ക് അറ്റ് ദ ഹോൾ എന്ന് പറഞ്ഞാൽ മതി. ഇതുപോലെ ഇവിടെ വേറെ ഒരു ആളുടെ പേര് പറഞ്ഞേ, ഒന്ന് ചിന്തിച്ച് നോക്കി. ആരിടും? ഓക്കെ, രാഹുൽ. കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള വാക്കാണ്, ഐ മീൻ പേരാണ് രാഹുൽ. രാഹുൽ ഹാളിൽ ഉണ്ടായിരുന്നു. രാഹുൽ വാസ് ഇൻ ദ ഹാൾ. സോ വാസും വേറും
എവിടെയാണോ യൂസ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ആലോചിച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തത്, ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ വാസ് ഓർ വെയർ നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങളാണ്, സോ വി ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് വരേണ്ടത്. വി വേറന്റ്. ഇവിടെ ഉണ്ട്, സോ ഇറ്റ് ബിക്കംസ് വി വേറന്റ് ഹിയർ. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഇനി എൻ്റെ മാതാപിതാക്കൾ മുകളിൽ ഇല്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്ന് വരുമ്പോൾ മൈ പാരൻസ്. മൈ പാരൻസ് വരുമ്പം എന്താണ്? വാസ് ആണോ വേർ ആണോ? ഡെഫിനറ്റ്ലി വേർ ആണ്. ഇല്ലായിരുന്നു എന്നാണ്, അതുകൊണ്ട് വേർ നോട്ട് അല്ലെങ്കിൽ വേറന്റ്. എവിടെ ഇല്ലായിരുന്നു എന്നാ? മുകളിൽ. മുകളിലത്തെ നിലയിൽ നിന്നാണോ കേട്ടോ ഉദ്ദേശിക്കുന്നത്. സോ മുകളിലത്തെ നിലയിൽ നമുക്ക് സിമ്പിളായിട്ട് അപ്സ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പം എൻ്റെ മാതാപിതാക്കൾ മുകളിൽ ഇല്ലായിരുന്നു എന്നുള്ളതിന് മൈ പാരൻസ് വെർ നോട്ട് അപ്സ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓൺ അപ്സ്റ്റേഴ്സ് എന്നോ ഇന്നെന്നോ ഒക്കെ വേണോ എന്ന്. വേണ്ട, അപ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അതിനകത്ത് വേറെ അഡീഷൻസ് ഒന്നും ഇല്ല. സോ മൈ പാരൻസ് വെർ നോട്ട് അപ്സ്റ്റേഴ്സ്. എൻ്റെ പാരൻസ് മുകളിൽ ഇല്ലായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വേർ വാസ് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിങ്ങനെ കണ്ടിരുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു കാര്യം ക്ലാരിറ്റിയോടെ നമ്മുടെ മനസ്സിലേക്ക് ഫിക്സ് ആവില്ല. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓൾറൈറ്റ്, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.